അപ്പോൾ ഗെയ്സ് എന്തുണ്ട് രാവിലെ വിശേഷം? ഞാനിപ്പോൾ കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആണ് ഈ ഒരുമിച്ചമഞ്ഞൊന്നും ഇരിക്കാത്തത്. എന്താണൊരു മുറിവ്. അപ്പം മേക്കപ്പൊന്നും ഇല്ലാത്ത എൻ്റെ ഫിഗറാണിത്. രോമം വളർന്നിരിക്കണേണ്ട പ്ലക്കർ ഉപയോഗിച്ച് ഇതിനെങ്ങനെ പിഴുതെടുക്കണം. പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചെന്തോ എൻ്റെ കൈ തട്ടിയിട്ട് മുറിഞ്ഞതാവും. അപ്പോൾ ഗെയ്സ് ഞാൻ ഇവിടെ സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പാറിനുള്ള കായ്കറികളെല്ലാം വെട്ടി തരപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ മൂക്കുത്തിക്ക് ഭംഗി എങ്ങാനും പോയതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഗെയ്സ് ഗോതമ്പ് പുട്ടൊക്കെ പാസ്സായി കഴിഞ്ഞു. അവിടെ മഴയുണ്ട് ഗെയ്സ്. ഇപ്പോൾ ഇവിടെ രാവിലെ ഗോതമ്പ് പുട്ടും പപ്പടവുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നമ്മുടെ പുട്ട് ആവി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സാമ്പാറും ഇഡ്ഡലിയും. സാമ്പാർ വെക്കുകയാണ്, ഇഡ്ഡലി ഇന്നലത്തെ ചൂടാക്കി എടുക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചത്തേക്കുള്ള ലഞ്ച് പിന്നീട് കഴിക്കാം. ഓക്കേ, നമ്മളെ രണ്ടാമത്തെ പുട്ടുകുറ്റി ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി തേങ്ങ വിതറി കൊടുക്കാം. കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ, ആവറേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടുകുളത്തിൽ വെക്കുക. ഓക്കേ, കേട്ടോ നമ്മുടെ പുട്ടുകുളം. ഈ സാമ്പാറാണ് കേട്ടോ. ഇതിനകത്ത് സാമ്പാർ പരിപ്പ് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഇന്ന് അവിടെ എന്താ പരിപാടി രാവിലെ മോർണിംഗ് വ്ളോഗ് എന്താണെന്ന് അറിയാം. ഗോതമ്പ് പുട്ട് ഞാനിവിടെ വെക്കാറില്ല. ഞാനിപ്പോൾ നല്ല ചൂട് പാർന്ന ഗോതമ്പ് പുട്ട്. മൂക്ക് ചൊറിയും കരയാനായി കേട്ടല്ലോ. ഗോതമ്പ് പുട്ട് പഴമയുടെ പുട്ടാണ് അത്. പഴമയുടെ ഇതിൻ്റെ കറി എന്താണെന്നല്ലേ? പപ്പടം ഉണ്ടാക്കി വെക്കാൻ പോകുന്നു. അയ്യോ 2 കുറ്റി പുട്ട് മാത്രമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ സാമ്പാർ ഉണ്ടാക്കും. ഇന്നത്തെ ബാലൻസ് ഇഡലി ഇരിപ്പുണ്ട്. ഓക്കേ.